നമസ്കാരം. ശക്തമായ നിലപാടും വ്യക്തിത്വവും അപാരമായ പാണ്ഡിത്യവുമുള്ള തരൂർ കോൺഗ്രസിന് ഒരു തരത്തിൽ അലങ്കാരം തന്നെയാണ്. പക്ഷെ കണ്ണടച്ചിരുട്ടാക്കി മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന കോൺഗ്രസുകാരുടെ അജണ്ടയ്ക്ക് കുടപിടിക്കാൻ തരൂരിനെ കിട്ടില്ല. ഏതു കാര്യത്തിലും നന്നായി പഠിച്ചു മാത്രം വ്യക്തമായ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന തരൂർ കോൺഗ്രസിന്റെ കണ്ണിലെ കരടായിട്ട് കാലം കുറയായി. പക്ഷെ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ എന്ന തരത്തിലാണ് തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ. പക്ഷെ തരൂർ തുടർച്ചയായി കോൺഗ്രസ് നയങ്ങൾക്കെതിരായി കാഞ്ഞിരക്കുരു പോലെ കയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് പല നേതാക്കന്മാരും പ്രത്യക്ഷ നിലപാടുമായി രംഗത്തു വന്നത്. ഇനിയും തരൂരിനെ പേടിച്ച് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് കോൺഗ്രസിനുള്ളിൽ തരൂരിനെതിരെയുള്ള അന്തർധാര ചർച്ചകൾ സജീവമായത്. വേണ്ടെങ്കിൽ പറഞ്ഞു വിട്ടോ, വേണമെങ്കിൽ സ്വീകരിച്ചോ എന്ന മട്ടിൽ മേലെ ആകാശം താഴെ ഭൂമി, അതിനപ്പുറം എനിക്കൊന്നും ബാധകമല്ല എന്ന് തരൂർ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ എന്തെങ്കിലും നടപടി തരൂരിനെതിരെ സ്വീകരിക്കാൻ ഭയമുണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ. പലകുറി തരൂരിനെ നല്ല നടപ്പിനെ പ്രേരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അപേക്ഷ സമർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയെ പാണ്ഡിത്യം കൊണ്ടും ചാണക്യ തന്ത്രങ്ങൾ കൊണ്ടും മലർത്തിയടിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനായി തരൂർ പൊടിയും തട്ടി വീണ്ടും പിണറായിയെയും മോദിയെയും മാറി മാറി പുകഴ്ത്താൻ തട്ടകത്തിലേക്ക് ഇറങ്ങി. ഒടുവിൽ ഗതികെട്ട് രാഹുൽ ഗാന്ധി തന്നെ പരോക്ഷമായി തരൂരിന് താക്കീത് കൊടുക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടും തരൂരിന് മാറ്റമൊന്നുമില്ലാതായതോടെയാണ് പല നേതാക്കന്മാരും തരൂരിനെതിരെ പ്രത്യക്ഷമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ കോൺഗ്രസ് എം പി ശശി തരൂരിനെ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആദ്യം രാജ്യം, പക്ഷേ ചിലർക്ക് മോദി എന്നാണ് ശശി തരൂരിന്റെ പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ വിമർശിച്ചത്. എന്നാൽ ഈ വിമർശനത്തിന് മറുപടിയുമായി ശശി തരൂരും രംഗത്തെത്തി. ഖർഗെയുടെ പരിഹാസത്തിന് ശശി തരൂർ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച മറുപടി പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലായി. പറക്കാൻ അനുവാദം ചോദിക്കരുത്, ചിറകുകൾ ഞങ്ങളുടേതാണ്, ആകാശം ആരുടേതുമല്ല എന്നായിരുന്നു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയുടെ ചിത്രത്തിനൊപ്പം ശശി തരൂർ പങ്കുവച്ച കുറിപ്പ്. നിരവധി പേരാണ് ശശി തരൂരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്ത് പോയ കേന്ദ്ര സർവകക്ഷി സംഘത്തെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ശശി തരൂർ. അതിനുശേഷം മോദിയെ പുകഴ്ത്തി ലേഖനവും കൂടി എഴുതിയതോടെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെതിരെ വലിയ അതൃപ്തിയിലായിരുന്നു. ശശി തരൂർ BJP-യിലേക്ക് കൂടുമാറുന്നതായുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായി. അതിനിടെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പരസ്യ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ദിരാഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു തരൂരിനെതിരെ ഖർഗെ വിമർശനം ഉന്നയിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ ഇടപെടലുകളെ കുറിച്ച് ദ ഹിന്ദു ദിനപത്രത്തിൽ ശശി തരൂർ എഴുതിയ ലേഖനമാണ് വിവാദത്തിന് കാരണമായത്. ഇതിൽ ആഗോളതലത്തിൽ പ്രധാനമന്ത്രി മോദിക്കുള്ള സ്വീകാര്യതയെ കുറിച്ച് ശശി തരൂർ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. ലേഖനം പ്രസിദ്ധീകരിച്ചതോടുകൂടി കോൺഗ്രസ് നേതൃത്വത്തിന് ശശി തരൂരിനോടുള്ള അതൃപ്തി കൂടുകയും ചെയ്തു. അതേസമയം തന്റെ ലേഖനം BJP-യിൽ ചേരാനുള്ള സൂചനയല്ല എന്ന് ശശി തരൂർ വിശദീകരിച്ചു. ദേശീയ താല്പര്യവും ഐക്യവും മുൻനിർത്തിയുള്ള പരാമർശമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നിരുന്നാലും തരൂർ കോൺഗ്രസ് വിട്ടാൽ ആ നിമിഷം കൊത്തിക്കൊണ്ടു പോകാൻ തയ്യാറാണ് ബാക്കി രാഷ്ട്രീയ പാർട്ടികളൊക്കെ. ആ ഭയവും നാണക്കേടുമാണ് ഒരു തരത്തിൽ കോൺഗ്രസിന്റെ ഇത്രയും നാളത്തെ സഹനത്തിന്റെ കാരണമെന്ന് വേണമെങ്കിൽ പറയാം. തരൂരിന് വിലയുണ്ടെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഖർഗെയല്ല, ഇനി രാഹുൽ ഗാന്ധി നേരിട്ട് വന്നാലും തരൂർ നിലപാടിൽ മാറ്റമില്ലാതെ തന്നെ തുടരുകയും ചെയ്യും.